1945 ഏപ്രിൽ 30 പ്രഭാതം പുലർന്നപ്പോൾ ബെർലിനിലെ റീച്ച് ചാൻസലറിക്ക് താഴെയുള്ള ഫ്യൂറർ ബങ്കറിലെ അന്തരീക്ഷം തീർത്തും നിരാശാജനകമായിരുന്നു. അഡോൾഫ് ഹിറ്റ്ലർ എന്ന നാസി ജർമ്മനിയുടെ അപരാജിതനായ ഡിക്റ്റേറ്റർ ഈ സമയങ്ങളിൽ തൻ്റെ ഇതുവരെയുള്ള വ്യക്തിത്വത്തിൻ്റെ നിഴൽ മാത്രമായി മാറിയിരുന്നു. താൻ സ്വപ്നം കണ്ട സാമ്രാജ്യത്തിൻ്റെയും ആശയങ്ങളുടെയും തകർച്ച ആ 56 വയസ്സുകാരന് താങ്ങാവുന്നതിനും അപ്പുറമായിരുന്നു. ലോകരാജ്യങ്ങളെ പിടിച്ചുകുലുക്കിയ അഡോൾഫ് ഹിറ്റ്ലർ എന്ന ഏകാധിപതി കാലം കാത്തുവെച്ച അനിവാര്യമായ തൻ്റെ വിധിയോട് പൊരുത്തപ്പെടാൻ തുടങ്ങിയിരുന്നു. ജോസഫ് സ്റ്റാലിൻ്റെ സോവിയറ്റ് ചെമ്പട കണ്ണിൽ കണ്ടതെല്ലാം തച്ച് തകർത്തുകൊണ്ട് ബെർലിനിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. പട്ടാള വേഷധാരിയായ ഹിറ്റ്ലറിൻ്റെ ഇടത് കൈ അന്ന് വല്ലാതെ വിറയ്ക്കുന്നുണ്ടായിരുന്നു. അയാളിൽ അടുത്തിടെ കാണാൻ തുടങ്ങിയ പാർക്കിൻസൺസ് രോഗലക്ഷണങ്ങൾ കൂടുതൽ മൂർച്ഛിച്ചതായി കാണപ്പെട്ടു. എങ്കിലും അയാൾ താൻ ഇതുവരെ തുടർന്നു പോരുന്ന ദിനചര്യകളുടെ തുടർച്ചയെന്നവണ്ണം ഭൂപടങ്ങളും യുദ്ധമുഖത്ത് നിന്നുള്ള റിപ്പോർട്ടുകളും മാറി മാറി പരിശോധിക്കുന്നുണ്ട്. ഈ ബങ്കറിൽ തന്നെയുള്ള ജനറൽമാരായ വിൽഹെം കീറ്റലും ആൽഫ്രഡ് ജോഡലും യുദ്ധമുന്നണിയിൽ നിന്നുള്ള ഏത് അപ്ഡേറ്റുകളും അറിയിക്കാൻ സജ്ജരായി നിൽക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഫ്യൂററുടെ മനസ്സിനെ തണുപ്പിക്കാൻ കഴിയുന്ന വാർത്തകളൊക്കെ ഈ ബങ്കറിലേക്ക് എത്തിയിട്ട് ദിവസങ്ങൾ പിന്നിട്ടിരിക്കുന്നു. തൊട്ടടുത്ത മുറിയിലുള്ള ഗീബൽസും അയാളുടെ ഭാര്യ മാഗ്ദയും ഹിറ്റ്ലറുടേതിന് സമാനമായ തിരിച്ചറിവുകളിലേക്ക് എത്തിയിരുന്നു. ഇനി പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. ഒന്നുകിൽ കീഴടങ്ങുക, അല്ലെങ്കിൽ സ്വയം മരണത്തെ തിരഞ്ഞെടുക്കുക, അതുമല്ലെങ്കിൽ ശത്രുക്കളുടെ കണ്ണെത്താത്ത സ്ഥലത്തേക്ക് ഒളിച്ചോടുക. ഹിറ്റ്ലറും ഹിറ്റ്ലറുടെ ദീർഘകാല ഗേൾഫ്രണ്ടും തലേരാത്രിയിൽ മാത്രം ഒഫീഷ്യലി ഭാര്യയായി മാറിയ ഇവാ ബ്രൗണും നാസികളുടെ പ്രൊപ്പഗണ്ട മിനിസ്റ്റർ ജോസഫ് ഗീബൽസും അയാളുടെ ഭാര്യയും തുടങ്ങിയ ആളുകൾ മരണത്തെ തിരഞ്ഞെടുക്കാൻ തീരുമാനിച്ചു. ഗീബൽസും ഭാര്യയും അവരുടെ 6 മക്കളെയും കൊന്നിട്ടായിരുന്നു മരണത്തെ തിരഞ്ഞെടുത്തത്. ശത്രുക്കളുടെ കയ്യിലകപ്പെട്ടാൽ തങ്ങളുടെ വിധി എന്താകുമെന്ന് ഹിറ്റ്ലർക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു. തൻ്റെ സുഹൃത്തായ ബെനിറ്റോ മുസോളിനിയുടെ വിധി തനിക്കുണ്ടാവരുതെന്ന് കൃത്യമായ നിർബന്ധം ഹിറ്റ്ലർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ തൻ്റെ മൃതശരീരം പൂർണ്ണമായും കത്തിച്ചു കളയണമെന്ന് കൂടെയുള്ളവരോട് ഹിറ്റ്ലർ കൽപ്പിച്ചിരുന്നു. ഇങ്ങനെ ആത്മഹത്യ ചെയ്തവർ ഒഴികെ അനേകം നാസികൾക്ക് നിയമവാഴ്ചയ്ക്ക് മുന്നിൽ വധശിക്ഷ ഉൾപ്പെടെയുള്ള ശിക്ഷയ്ക്കും മറ്റ് അനുചിതമായ ശിക്ഷകൾക്കും വിധേയരാകേണ്ടി വന്നു. എന്നാൽ മറ്റു ചിലരാകട്ടെ ലോകത്തിൻ്റെ മറ്റൊരു കോണിലേക്ക് ഒളിച്ചോടിപ്പോയി. ഇങ്ങനെ രക്ഷപ്പെട്ടു പോയവർ ലക്ഷ്യം വച്ചത് ലാറ്റിൻ അമേരിക്കൻ ഭൂപ്രദേശങ്ങളായിരുന്നു. അവിടെ എത്തിപ്പെട്ട നാസികൾ വളരെ വേഗം തങ്ങളുടെ ഇതുവരെ ഉണ്ടായിരുന്ന അസ്തിത്വത്തെ മറച്ചു വെച്ചുകൊണ്ട് ലാറ്റിൻ അമേരിക്കൻ ജനസമൂഹങ്ങളുടെ ശൈലികളോട് വളരെ വേഗം അലിഞ്ഞു ചേരാൻ തുടങ്ങിയിരുന്നു. ഇവരിൽ ഭൂരിഭാഗം നാസികളും തിരഞ്ഞെടുത്തത് അർജന്റീന, അല്ലെങ്കിൽ സ്പാനിഷിൽ അർഹന്റീന എന്ന് വിളിക്കപ്പെടുന്ന രാജ്യത്തെയായിരുന്നു. നമ്മൾ മലയാളികളെ സംബന്ധിച്ച് അർജന്റീന എന്ന രാജ്യം ഡീഗോ മറഡോണ, ലയണൽ മെസ്സി, മരിയോ കെമ്പസ്, ഡി മരിയ, റിക്വൽമി, ബാറ്റിസ്റ്റൂട്ട തുടങ്ങി കാൽപന്ത് കൊണ്ട് രോമാഞ്ചജനകമായ മായാജാലം കാണിച്ച ലോകോത്തര പന്താട്ടക്കാരുടെ രാജ്യം കൂടിയാണ്. ഈ വസ്തുതകൾക്കുമപ്പുറം നാസികളെ പറ്റി വായിച്ചവർ, കേട്ടറിഞ്ഞവർ ഒരു ചോദ്യം കൂടി ചോദിച്ചിരിക്കും. ആ ചോദ്യമാണ്, എന്തുകൊണ്ട് അർജന്റീന? എന്തിനവർ അർജന്റീന തിരഞ്ഞെടുത്തു? നാസികളെ ഇത്രമാത്രം ആകർഷിക്കാൻ അവിടെ എന്ത് സുരക്ഷിതത്വമാണ് ഉള്ളത്? ജർമ്മനി കീഴടങ്ങിയതോടുകൂടി നാസി ഭരണകൂടം പിരിച്ചുവിടപ്പെടുകയും അതിനെ തുടർന്ന് നാസികളിൽ പിടികൊടുക്കാൻ തയ്യാറാവാതെ ഇരുന്നവർ, അല്ലെങ്കിൽ വിചാരണാ ഭയമുള്ളവർ പലായനത്തിന് വിധേയരാകേണ്ടി വന്നു. ന്യായമോ അന്യായമോ എന്നതൊന്നും നോക്കാതെ ഏത് സാഹചര്യങ്ങൾക്കും 2 വശങ്ങളുണ്ടായിരിക്കും എന്നതുപോലെ ഈ കുറ്റവാളികളെ സഹായിക്കാനും അവരോട് സിമ്പതി കാണിക്കാനും അന്നത്തെ കാലങ്ങളിൽ ഒരു കൂട്ടം മനുഷ്യർ ശ്രമിച്ചു. അതിൽ ഒന്നാമനായിരുന്നു അന്നത്തെ അർജന്റീനിയൻ പ്രസിഡന്റായിരുന്ന ജുവാൻ ഡെമിഗോ പെറോൺ. മുസോളിനിയുടെയും ഹിറ്റ്ലറിൻ്റെയും ഭരണരീതികളുടെ ഒരു ആരാധകൻ കൂടിയായിരുന്നു ഇയാൾ. ഇതൊന്നും കൂടാതെ ഇവരെ അർജന്റീനയിലേക്ക് കൊണ്ടുവരുന്നതിൽ കൂടി പെറോണിന് മറ്റു പല ലക്ഷ്യങ്ങളും ഉണ്ടായിരുന്നു. അർജന്റീനയെ ഈ ലോകത്തിലെ ഒഴിവാക്കപ്പെടാനാവാത്ത മറ്റൊരു ശക്തിയാക്കി മാറ്റുക എന്നത് അയാളുടെ സ്വപ്നങ്ങളിൽ ഒന്നായിരുന്നു. 2ാം ലോക മഹായുദ്ധ കാലഘട്ടം ജർമ്മൻ സാങ്കേതിക വിദ്യയുടെ മുന്നേറ്റങ്ങൾക്ക് കൂടി സാക്ഷ്യം വഹിച്ച സമയങ്ങൾ കൂടിയായിരുന്നു. ഈ മുന്നേറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച മറ്റ് ലോകരാജ്യങ്ങൾ ജർമ്മൻ എഞ്ചിനീയർമാരുടെയും മറ്റു വിദഗ്ധരുടെയും സേവനങ്ങൾ കിട്ടിയിരുന്നുവെങ്കിൽ എന്നാഗ്രഹിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ യുദ്ധാവസാനത്തിന് ശേഷം
അമേരിക്കയും റഷ്യയും ജർമ്മൻ സയൻറ്റിസ്റ്റുകളെയും എഞ്ചിനീയേഴ്സിനെയും തുടങ്ങി സ്കിൽഡായിട്ടുള്ള ജർമ്മൻകാരെ റാഞ്ചാൻ വേണ്ടി പലവിധ പദ്ധതികളും ആവിഷ്കരിച്ചു. ഇത്തരം പദ്ധതികളിൽ പ്രധാനപ്പെട്ടവയാണ് ഓപ്പറേഷൻ പേപ്പർ ക്ലിപ്പ്, ഓപ്പറേഷൻ ഒസോവ വിയാഖീം, ഓപ്പറേഷൻ ബാക്ക്ഫയർ തുടങ്ങിയവ. ഈ പദ്ധതികളെക്കുറിച്ചൊക്കെ ഏകദേശ ധാരണയുള്ളതുകൊണ്ട് തന്നെ അന്നത്തെ അർജന്റീനിയൻ പ്രസിഡന്റിന് ഇത്തരത്തിലുള്ള ആളുകളെ തൻ്റെ രാജ്യത്തും എത്തിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ അമേരിക്കയുടെയോ സോവിയറ്റ് റഷ്യയുടെയോ ബ്രിട്ടൻ്റെയോ ഒന്നും പോലെ വലിയ പദ്ധതികളൊന്നും നടത്തി ഇത്തരം വിദഗ്ധരെ റാഞ്ചാനുള്ള കഴിവൊന്നും പെറോണിനോ അന്നത്തെ അർജന്റീനിയൻ അതോറിറ്റികൾക്കോ ഇല്ലായിരുന്നു. പിന്നെയുള്ള ഏക പോംവഴി ഒളിച്ചോടാൻ തയ്യാറായി നിൽക്കുന്ന നാസികൾക്ക് ആരും അറിയാതെ താവളമൊരുക്കുക എന്നതാണ്. ശത്രുപക്ഷം മുന്നേറ്റം നടത്തിയതോടുകൂടി ഗത്യന്തരമില്ലാതെയായ നാസികളിൽ പലരും പുതിയ പേരുകളിൽ തിരിച്ചറിയൽ രേഖകളും പാസ്പോർട്ടുകളുമൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങി. അങ്ങനെ അവർ സ്വന്തം ഐഡന്റിറ്റി മറച്ചു വെച്ചുകൊണ്ട് പുതിയ പേരുകളിൽ രാജ്യം വിടാനും തുടങ്ങി. ജർമ്മനിയിൽ നിന്നും ഓസ്ട്രിയ വഴി ഇറ്റലിയിലേക്ക് വന്ന് റോമിലെത്തിച്ചേർന്ന നാസി ക്രിമിനലുകളെ സ്വീകരിക്കാൻ ഒരു കത്തോലിക്ക ബിഷപ്പ് കൂടി ഉണ്ടായിരുന്നു. അലോയിസ് ഹുഡൽ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഈ ബിഷപ്പ് നാസികളോട് വളരെ സഹതാപപൂർവമായിരുന്നു പെരുമാറിയിരുന്നത്. ഇത്തരത്തിൽ റോമിലെത്തിച്ചേർന്ന ക്രിമിനലുകൾക്ക് എല്ലാ തരത്തിലുള്ള സപ്പോർട്ടും അയാളാൽ നൽകപ്പെട്ടു. ഇറ്റലിയിലെ ജിനോവ പോർട്ടിൽ നിന്നും അനേകം നാസികൾ ലാറ്റിൻ അമേരിക്കയിലേക്ക് കപ്പൽ കയറി. ഇങ്ങനെ എത്തിച്ചേർന്ന ബഹുഭൂരിപക്ഷം നാസികളും അർജന്റീനയിൽ ചേക്കേറി. എന്നാൽ വളരെ കുറച്ച് പേര് മാത്രം ഉറുഗ്വായ്, ചിലി എന്നിവിടങ്ങളിൽ അഭയം തേടി. അലോയിസ് ഹുഡൽ എന്ന ബിഷപ്പിനെ കൂടാതെ പെറോണിന്റെ വിശ്വസ്തരായ ഉദ്യോഗസ്ഥരും യൂറോപ്പിൽ ഈ സമയങ്ങളിൽ ഇവർക്ക് വേണ്ടി സന്നിഹിതരായിരുന്നു. നമ്മൾ മുൻപ് പറഞ്ഞ കാരണങ്ങൾക്ക് പുറമെ അർജന്റീനയിൽ നാസികൾക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ ഒരുങ്ങാൻ ഇനിയും കാരണങ്ങൾ വേറെയും ഉണ്ടായിരുന്നു. അതിലൊന്നായിരുന്നു ഇവരുടെ കുടിയേറ്റ ചരിത്രം. ജർമ്മനിയിൽ നിന്നും ഇറ്റലിയിൽ നിന്നും സ്പെയിനിൽ നിന്നുമൊക്കെ വന്ന പൂർവികരാണ് തങ്ങളുടേതെന്ന സ്വത്വബോധം അർജന്റീനയിലെ കുടിയേറ്റ പിന്മുറയ്ക്ക് ഉണ്ടായിരുന്നു. രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് ഇറ്റലി ജർമ്മനിയുടെ കൂടെയായിരുന്നു. സ്പെയിൻ ആകട്ടെ ഫ്രാൻസിസ്കോ ഫ്രാങ്കോ എന്ന ഏകാധിപതിയുടെ കീഴിലും. സ്പെയിൻ ന്യൂട്രൽ നിലപാടാണ് എടുത്തതെങ്കിലും അനൗദ്യോഗികമായി ജർമ്മനിയോട് തന്നെയായിരുന്നു ചായ്വ്. സ്പെയിനിൻ്റെയും ജർമ്മനിയുടെയും ഒക്കെ നിലപാടുകൾ അവരുടെ പിന്മുറക്കാർ ജീവിക്കുന്ന സമൂഹങ്ങളിലും സ്വാഭാവികമായും ഏറിയും കുറഞ്ഞും പ്രകടമായിരുന്നു. കൂടാതെ ഇവരെ കൈയച്ചു സഹായിക്കാൻ വേണ്ടി തയ്യാറായി നിന്നിരുന്ന പ്രസിഡന്റ് പെറോണും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം അർജന്റീനയുടെ ജോഗ്രഫിക്കൽ ലൊക്കേഷനാണ്. തെക്കേ അമേരിക്കയുടെ വാലറ്റം പോലെ വിശാലമായി കിടക്കുന്ന താരതമ്യേന ജനസംഖ്യ കുറവുള്ള അർജന്റീനയിൽ തദ്ദേശീയരിൽ ഒരാളായി മാറാൻ ഇങ്ങനെ വന്ന വാർ ക്രിമിനലുകൾക്ക് എളുപ്പവുമായിരുന്നു. കൂടാതെ സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം തകർന്നുപോയ യൂറോപ്യൻ രാജ്യങ്ങൾ സ്വയം റീബിൽഡ് ചെയ്യുന്ന തിരക്കിൽ കൂടിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇങ്ങനെ രക്ഷപ്പെട്ടു പോകുന്ന നാസികളുടെ പുറകെ പോകാനായിട്ടുള്ള പ്രായോഗിക ബുദ്ധിമുട്ടും അന്ന് നിലനിന്നിരുന്നു. സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം പെട്ടെന്നുണ്ടായ കോൾഡ് വാർ സിറ്റുവേഷനും നാസികളെ തേടിപ്പിടിച്ച് വേട്ടയാടുന്ന പ്രക്രിയയ്ക്ക് മുൻതൂക്കം കൊടുക്കാതിരിക്കാൻ കാരണമായി മാറി. അതുകൊണ്ട് തന്നെ ഇങ്ങനെ പലായനം ചെയ്തെത്തിയവർ ക്രമേണ അർജന്റീനിയൻ സമൂഹത്തിൽ അലിഞ്ഞു ചേർന്നിരുന്നു. പക്ഷേ പിന്നീട് ഇവരിൽ പലരെയും പിടികൂടുകയും വിചാരണയ്ക്ക് വിധേയരാക്കുകയും ചെയ്തു. എന്നിരുന്നാലും വളരെ നീചമായ കുറ്റകൃത്യങ്ങൾ ചെയ്ത് നിയമത്തിന് മുന്നിൽ വിധേയരാകാതെ രക്ഷപ്പെട്ടു പോയവർ തന്നെയാണ് ഇവരിൽ അധികവും. ഇങ്ങനെ പലായനം ചെയ്ത ചില ക്രിമിനലുകളെ പറ്റി ഒന്ന് പരാമർശിച്ചിട്ട് പോകാം. ഒട്ടോ അഡോൾഫ് ഐക്മാൻ. ഹോളോകോസ്റ്റിന്റെ പ്രധാന വാസ്തുശില്പികളിൽ ഒരാളാണ് ഐക്മാൻ. 1950 റിക്കോർഡോ ക്ലെമന്റ് എന്ന അപരനാമത്തിൽ അയാൾ അർജന്റീനയിൽ എത്തിച്ചേർന്നു. ബ്യൂണസ് ഐറിസിലെ ഒരു മെഴ്സഡേസ് ബെൻസ് ഫാക്ടറിയിൽ ജോലി ചെയ്തുകൊണ്ട് ഒരു ദശാബ്ദക്കാലം ശാന്തമായ ജീവിതം നയിച്ചുവെങ്കിലും 1960 മൊസാദ് ഏജന്റുമാർ ഐക്മാനെ ഒരു രഹസ്യ ഓപ്പറേഷനിലൂടെ പിടികൂടി ഇസ്രയേലിലേക്ക് കടത്തി. അയാൾ അവിടെ വെച്ച് വിചാരണ നേരിട്ടു, യുദ്ധക്കുറ്റങ്ങൾക്ക് ശിക്ഷിക്കപ്പെട്ടു. പിന്നീട് 1962 തൂക്കിലേറ്റപ്പെട്ടു. ജോസഫ് മെംഗലെ. മരണത്തിന്റെ മാലാഖ എന്നറിയപ്പെട്ടിരുന്ന മെംഗലെ 1949 അർജന്റീനയിൽ ഹെൽമോട്ട് ഗ്രിഗർ എന്ന വ്യാജ പേരിലെത്തുകയും ബ്യൂണസ് ഐറിസിൽ താമസിച്ചു പോരുകയും ചെയ്തു.
പക്ഷേ ക്രമേണ ഇയാളുടെ ഐഡന്റിറ്റി പബ്ലിക്കിൽ വെളിപ്പെടാൻ തുടങ്ങുകയും അതിനെ തുടർന്ന് മൊസാദിന്റെ ചാരന്മാർ തന്നെയും പിടികൂടുമെന്ന് മനസ്സിലാക്കിയ മെംഗലെ പരാഗ്വേയിലേക്ക് കടക്കുകയും ചെയ്തു. പരാഗ്വേയിൽ അന്ന് പ്രസിഡന്റായി ഭരിച്ചുകൊണ്ടിരുന്നത് ആൽഫ്രെഡോ സ്ട്രോസ്നർ എന്ന ഏകാധിപതിയായിരുന്നു. ഇയാൾ മെംഗലെയോട് അനുഭാവപൂർവ്വം പെരുമാറുകയും അവിടെ താമസിക്കാൻ അനുമതി കൊടുക്കുകയും ചെയ്തു. ഏകദേശം ഒരു വർഷം മാത്രം പരാഗ്വേയിൽ താമസിച്ച മെംഗലെ വീണ്ടും ബ്രസീലിലേക്ക് കടന്നു. ബ്രസീലിൽ വെച്ച് ആദ്യം കുറച്ചുനാൾ പീറ്റർ ഹോക്ബിക്ലർ എന്ന പേരിൽ അയാൾ താമസിച്ചു. പിന്നീട് ബ്രസീൽ വിട്ടുപോയ വൂൾഫ് ഗ്യാങ് ഗെർഹാർഡ് എന്ന പേരുള്ള ഒരു ഓസ്ട്രിയക്കാരൻ്റെ ഐഡന്റിറ്റിയിൽ ശിഷ്ടകാലം കഴിച്ചുകൂട്ടി. 1979 സാവോപോളയിലെ ബെർട്ടിയോഗ ബീച്ചിൽ നീന്തി കുളിക്കുന്നതിനിടെ മെംഗലെ ഹൃദയസ്തംഭനം വന്ന് മരണപ്പെട്ടു. മെംഗലയുടെ ശവശരീരം അയാളുടെ അപരനാമമായ വൂൾഫ് ഗ്യാങ് ഗെർഹാർഡ് എന്ന പേരിൽ തന്നെ അടക്കവും ചെയ്തു. പക്ഷേ 1985 ഇയാളുടെ ശരീരാവശിഷ്ടങ്ങൾ ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കിയതിനു ശേഷം അത് ജോസഫ് മെംഗലെ തന്നെയാണെന്ന് ഉറപ്പിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ 1944 ഇറ്റലിയിലെ ആർഡിറ്റൈൻ കൂട്ടക്കൊലയ്ക്ക് ഉത്തരവാദിയായ SS ഓഫീസർ എറിക് പ്രിപ്കെ. ഈ എറിക് പ്രിപ്കെ 50 വർഷത്തോളം അർജന്റീനയിലെ ബാർലോച്ചിൽ ജീവിച്ചു വന്നു. 1994 സാം ഡൊണാൾഡ്സൺ എന്ന അമേരിക്കൻ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റിന്റെ വെളിപ്പെടുത്തലിനെ തുടർന്ന് എറിക്കിനെ ഇറ്റലിയിലേക്ക് കൈമാറി. ഇറ്റലിയിൽ വെച്ച് ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട പ്രിപ്കയെ പ്രായാധിക്യം കണക്കിലെടുത്ത് വീട്ടുതടങ്കലിൽ വിട്ടു. 2013 എറിക് പ്രിപ്കെ തൻ്റെ 100-ാം വയസ്സിൽ വീട്ടുതടങ്കലിൽ വെച്ച് മരണപ്പെട്ടു. മുൻപ് പറഞ്ഞതുപോലെ ലാത്വിയയിലെ ക്രൂരതകൾക്ക് ഉത്തരവാദിയായ റിഗ്ഗയിലെ കശാപ്പുകാരൻ എന്ന് വിളിക്കപ്പെടുന്ന എഡ്വേർഡ് റോഷ്മാൻ ആയിരുന്നു മറ്റൊരാൾ. 1948 അർജന്റീനയിലേക്ക് പലായനം ചെയ്ത അയാൾ ഫ്രെഡറിക്കോ വാഗ്നർ എന്ന പേരിൽ അവിടെ ജീവിച്ചു പോന്നു. പിന്നീട് വന്ന അറസ്റ്റ് വാറന്റിനെ തുടർന്ന് ഇയാൾ പരാഗ്വേയിലേക്ക് രക്ഷപ്പെടുകയും 1977 തൻ്റെ 68-ാം വയസ്സിൽ മരണപ്പെടുകയും ചെയ്തു. ഇതൊന്നുമല്ലാതെ പിന്നീടുണ്ടായി വന്നൊരു തിയറിയായിരുന്നു ഹിറ്റ്ലർ ബ്രസീലിൽ ജീവിച്ചു മരിച്ചു എന്നുള്ളത്. പക്ഷേ ഗവേഷകർ ആ ക്ലെയിം പരിശോധിക്കുകയും അത് വ്യാജമാണെന്ന് തെളിയിക്കുകയും ചെയ്തു. ഓർക്കുക, നാസികൾ ഇത്രയുമൊക്കെ ക്രൂരതകൾ ചെയ്തു കൂട്ടിയിട്ടും അവരെ സപ്പോർട്ട് ചെയ്യാൻ ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും സഹായഹസ്തങ്ങൾ ഉണ്ടായത് കൗതുകകരവും അതുപോലെ തന്നെ ഞെട്ടിപ്പിക്കുന്നതും ആണ്. ഇതൊന്നുമല്ലാതെ നമ്മൾ ഈ പരാമർശിച്ച ചുരുക്കം ചില പേരുകൾ കൂടാതെ മറ്റനേകം നാസികൾ ഇങ്ങനെ അർജന്റീനയിലും അയൽ രാജ്യങ്ങളിലുമൊക്കെ വന്നു ചേർന്ന് ജീവിച്ചു മരിച്ചിരിക്കും എന്നത് ഉറപ്പുള്ള കാര്യമാണ്. ഒന്നോർത്തു നോക്കിയാൽ ഹിറ്റ്ലറും ഹിംലറും ഗോറിങ്ങും ഗീബൽസുമൊക്കെ സ്വയം ആത്മാഹുതി ചെയ്തുകൊണ്ട് നിയമത്തിൻ്റെ വിചാരണയിൽ നിന്നും വഴുതിപ്പോയി. കൂടാതെ ഇത്തരത്തിൽ പലായനം ചെയ്തുപോയി അനേകം വർഷങ്ങൾ ജീവിച്ച എഡ്വേർഡ് റോഷ്മാനും ജോസഫ് മെംഗലെയും എറിക് പ്രിപ്കെയുമൊക്കെ നിയമ സംവിധാനങ്ങൾക്കും മരണപ്പെട്ടുപോയ നിരപരാധികളുടെയും മുന്നിൽ ഇപ്പോഴും ഒരു ചോദ്യചിഹ്നമായി നിലനിൽക്കുന്നു. വീണ്ടും കാണും വരെ നന്ദി.